നോക്കിയിടാതെ മുന്നേറി ചെന്നിടാം. ഇടത്തും വലത്തും നോക്കിയാൽ മുന്നേറുവാൻ കഴിയില്ല. തളർത്തുന്നവരുണ്ട്, ഓർക്ക വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നവരുണ്ട്. ചെങ്കടലെ പോലെയുള്ള പ്രശ്നങ്ങൾ മുമ്പിലുണ്ട്. പക്ഷേ ഇടത്തും വലത്തും നോക്കാതെ പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് പകലക്കാല വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവിരുദ്ധനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയോടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇന്നിവിടെ നടക്കുന്ന ആ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, ഏറ്റവും സന്തോഷകരമായി മാറുവാൻ, ഏറ്റവും വിടുതലായി മാറുവാൻ, ഏറ്റവും പ്രത്യാശയായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. ഈ പൊൻകുന്ന ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് താമസിക്കുന്ന എല്ലാ ഭവനങ്ങളെ സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. ഈ പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും, ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പൊൻകുന്ന ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമായി മാറുവാൻ, ഈ പൊൻകുന്ന ദേശം ദൈവത്താൽ സമാധാനമുള്ള ദേശമായി മാറുവാൻ, മാരക രോഗങ്ങൾ വന്ന് ഭവിക്കാതെ, അനർത്ഥങ്ങൾ നമ്മുടെ ദേശത്ത് വന്ന് ഭവിക്കാതെ എല്ലാ കുടുംബങ്ങളെയും സ്വർഗ്ഗം അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം 6 ദിവസം ജോലി ചെയ്യണം, 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാകയാൽ സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടായിട്ടും മറ്റു ഭൗതിക ആവശ്യങ്ങൾ മുമ്പിലുണ്ടായിട്ടും അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കണം എന്നുള്ള വാഞ്ചയോടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചു കടന്നു വന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആലയത്തിൽ കടന്നു വരാത്തവരുണ്ട്, ദൈവം അവരെയും സൂക്ഷിക്കട്ടെ. ലോകത്താൽ അതുപോലെ പല സാഹചര്യത്താൽ അവരൊക്കെ തടസ്സത്തിലായിരിക്കുന്നല്ലോ, ദൈവം അവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം സൂക്ഷിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ലോകത്തിന്റെ 5 വൻകരകളിൽ അനേക വിശുദ്ധന്മാർ ദൈവത്തെ ആത്മാവിലെ സത്യത്തിനും ആരാധിക്കുമ്പോൾ ഈ പൊൻകുന്ന പട്ടണത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ
സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ബാലസിംഹങ്ങളെ വിലകിട്ടാതെ വിശദരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് പകൽ 8 മാസവും ഒന്നിനും കുറവ് വരാതെ, എണ്ണത്തിലാരും കുറഞ്ഞു പോകാതെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു. എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടവരാ, എത്രയെത്ര പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാ, ജീവിതത്തിൽ എത്രയെത്ര പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയതാണ്. 8 മാസം എന്ന് പറയുമ്പോൾ പറഞ്ഞു വിടാൻ എളുപ്പമാ. 243 ദിവസമാണ് ഇന്ന് വരെയുള്ള ഡേറ്റ്. നമ്മൾ നോക്കുമ്പോൾ 8 മാസം പിന്നിട്ടത് 243 ദിവസവും ജീവിതത്തിൽ അനുഭവിച്ച പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിരത്തി വെച്ചാൽ എണ്ണിപ്പറയുവാൻ പറ്റില്ല. പക്ഷേ അതൊന്നും പടകിനെ മുക്കിക്കളയാതെ, അതൊന്നും വിശ്വാസത്തെ തകർത്ത് കളയാതെ 8 മാസവും എന്നെ വിടുവിച്ച ദൈവം ശേഷിക്കുന്ന 4 മാസമോട് ശേഷിക്കുമ്പോൾ, ഈ വർഷത്തെ ഞാൻ പിന്തള്ളി പോകുമ്പോൾ കർത്താവേ എടുത്തു പറയുവാൻ, ഉയർത്തി കാട്ടുവാൻ, പൗലോസ് പറഞ്ഞതുപോലെ പ്രശംസിക്കുവാൻ ക്രൂശ് അല്ലാതെ മറ്റൊന്നും എനിക്കില്ല. ആരോഗ്യമല്ല എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്, പഠിപ്പല്ല എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്, ഞാൻ സമ്പാദിച്ച പണമല്ല എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ അദൃശ്യമേറിയ സ്നേഹമാ, ദൈവത്തിന്റെ കരുതല. ആ ഉറപ്പുള്ളവരുടെ കരങ്ങൾ ചേർത്തടിക്കേണ്ട, അതിരങ്ങൾ തുറന്ന് ഗാലറിയിലിരിക്കുന്ന ലാഘവത്തോടിരിക്കാതെ ഇന്ന് പകൽ കളിക്കളത്തിലിരിക്കുന്ന ആ ഒരു പ്രതീക്ഷയോടെ ഇരിക്കാതെ ഹൃദയ കണ്ണുകള് ഇന്ന് പകൽക്കാലം തുറന്നുകൊണ്ട്, പുറം കണ്ണുകൾ അടഞ്ഞുകൊണ്ട് ഇത്രത്തോളം പരിപാലിക്കുവാൻ, ഇത്രത്തോളം സ്നേഹിക്കുവാൻ, ഇത്രത്തോളം എന്നെ കരുതുവാൻ ഈ ഭൂമിയിൽ മറ്റൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലായെങ്കിലും എന്നെ സ്നേഹിച്ച ദൈവ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് മകൾ ചേർന്ന് പാടി നമുക്ക് ക്രൂശിനെ ധ്യാനിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
എല്ലാ മാധരങ്ങളും തുറന്ന പാടിയാട്ടി ദൈവത്തിന് സ്തുതികളും എല്ലാ ഹൃദയങ്ങളും ദൈവത്തിലേക്ക്. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ വിളിച്ചു. അനിയുടെ അമ്മാച്ചൻ്റെ മകൾ അറ്റാക്കായി 40 വയസ്സോളം കുഴപ്പമില്ലാതിരുന്നു. പെട്ടെന്ന് ലോകത്തിന് മാറ്റപ്പെട്ടു. ഇന്നലെ രാത്രി മരണസ്ഥലത്ത് വെച്ചാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ആദ്യം ഇന്ന് ആരാധനയ്ക്ക് വരാനത്. അതിനൊക്കെ നമുക്ക് ദൈവത്തിന് റൈറ്റുണ്ട്. രോഗം, മരണം, ഈ 2 കാര്യങ്ങൾക്കും ആരാധന മുടക്കാം. പക്ഷേ മറ്റൊരു സാഹചര്യത്തിന് നമുക്ക് ആരാധന മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരെയും സ്വർഗ്ഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിൻ്റെ 8ാം മാസം പിന്നിടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി.
ഇനിയും ശേഷിക്കുന്നത് 9ാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആ മാസം ഒത്തിരി നഷ്ടത്തിൻ്റെ മാസമാണ്. മാതാവിൻ്റെ വേർപാട്, അതുപോലെ മീറ്റിങ്ങിന് പോകാൻ മേലാത്ത അവസ്ഥ, എല്ലാം നഷ്ടം മാത്രം മുമ്പിലുള്ളപ്പോഴും ഈ നഷ്ടത്തിലും ദൈവം ലാഭത്തോടെ ദൈവനേട്ടം നടത്തുന്നു. ജീവിതത്തിൽ ഒത്തിരി തിരമാലകൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു. പക്ഷേ മുങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ നമ്മെ എല്ലാം കർത്താവ് ആയിരുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഒരു അംബാനിയാക്കി ദൈവം മാറ്റിയില്ലെങ്കിലും ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നമ്മളെ നിലനിർത്തി. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പന്തലിട്ട് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ നിന്നുള്ള പാട്ടുപാടൽ തിരി വരാതെ മാരക രോഗികളായി മാറി ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി തീരാതെ ആയുസ്സും ആരോഗ്യവും ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്. ഇന്നലെ രാത്രി കുന്നിലാശ്ശേരിയിൽ ആക്സിഡന്റ് നടന്നു, നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ ചിന്തിക്കണം, കയ്യെത്തും ദൂരത്താണ് ഒരു അപകടം നടന്നത്. പ്രതീക്ഷിക്കാതെയും ചിന്തിക്കാത്ത സമയത്താണ് മരണം കാർന്നു തിന്നത്. ഇന്ന് ആ തമ്പലക്കാട് ഉള്ള ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു, മരിച്ചെന്ന് തോന്നുന്നു. ആ വീടിന്റെ ദുഃഖം ഭയങ്കരമാണ്. പ്രതീക്ഷയോടെ ആഹാരങ്ങളും പഠിപ്പും വസ്ത്രങ്ങളും കൊടുത്ത് മാതാപിതാക്കൾ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് സന്തോഷം ദുഃഖമായി മാറി. ഓർക്കുക, വാഹനത്തിൽ കയറാത്തവരല്ല 8 മാസം വാഹനം പോകുന്ന റോഡിലൂടെ കാൽനടയിൽ പോകാത്തവരല്ല അതിനകത്തിരിക്കുന്നത്. പക്ഷേ പല അനർത്ഥങ്ങളെ തട്ടി മാറ്റിയ ഒരു കരമുണ്ട്. അത് മാനുഷ്യ കരമല്ലായിരുന്നു, ദൈവകരമാണ്. ആ ദൈവകരത്തിന്റെ വലിപ്പവും സ്നേഹവും ആഴവും വീതിയും വ്യാപ്തിയും ഓർക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണമെന്നറിയില്ല. വിശുദ്ധ ബൈബിളിൽ ഒരു മനുഷ്യൻ ആരാധിച്ചൊരു ഭാഗം എങ്ങനെയാണ്? സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന് മുമ്പിൽ അമ്മയുടെ ഗർഭത്തിലെ മുടന്തനായ ഒരു മനുഷ്യൻ. എല്ലാവരും അവനെ ചുമന്നുകൊണ്ട് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന് മുമ്പിൽ കൊണ്ടിരുത്താറുണ്ട്. സ്നേഹം കൊണ്ടല്ല, ഇവനെ കൊണ്ട് കാശുണ്ടാക്കുക. അവർക്ക് രാവിലെ കൊണ്ടിരുത്തും, വൈകുന്നേരം അവരുടെ സമയം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവനെ എവിടുന്ന് കൊണ്ടുവന്നുവോ അവിടേക്ക് തന്നെ കൊണ്ടിരുത്തും. അവന്റെ കയ്യിലെ നാണയത്തുട്ടുകൾ മൊത്തം അവരെടുക്കും. അവർ ബിസിനസ് ചെയ്യുകയായിരുന്നു ഈ മനുഷ്യനെ കൊണ്ട്. പക്ഷേ ഒരു അഭിഷേകം വന്ന് പ്രാർത്ഥിച്ചു, അവന്റെ നരിയാണിയെ ദൈവം ഉറപ്പിച്ചു. പിന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് കാണുന്നത്. അവനോർക്കുക, വല്ലപ്പോഴും 1-2 പ്രാവശ്യമല്ല കൈയടിക്കുന്നത്. തുള്ളിയും ചാടിയും പുറകെ കിടക്കുന്ന മനുഷ്യനെ ആരാധന കൊണ്ട് ദൈവം മുമ്പന്തി കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. വിടിവിച്ച വിധം ഓർക്കുമ്പോൾ, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, പ്രായത്തിൽ കുറഞ്ഞവർ പ്രായത്തിൽ കൂടിയവർ ലോകത്തിന് മാറ്റപ്പെട്ടപ്പോ വിടിവിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ ആളെന്ന് ആരാധിക്കുവാൻ കഴിയില്ല, ആരാധനയ്ക്കുള്ള പരിമിതി വെക്കുവാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ഇന്ന് പകൽ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. നമ്മൾ വായിച്ച കുറിവാക്യം നമുക്ക് നല്ലവണ്ണം അറിയാമല്ലോ. 34 സങ്കീർത്തനമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അബീമേലെക്കിന് മുമ്പിൽ നിന്ന് ദാവീദ് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് താൻ ഓടിപ്പോകുമ്പോൾ ചമച്ച പാട്ടാണ് സങ്കീർത്തനം 34 സങ്കീർത്തനം. എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഇതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കത്തി മുനയിൽ നിന്നാണ് ദാവീദിനെ ദൈവം വിധിച്ചത്. അല്ലെങ്കിൽ അബീമേലെക്കിന്റെ കുന്തത്തിന്റെ മുമ്പിൽ ശത്രുവിന്റെ കൈ അകപ്പെട്ട ദാവീദിനെ ദൈവം ഒരു ബുദ്ധി അവന് കൊടുത്തിട്ട് അബീമേലെക്കിന് മുമ്പിൽ ഒരു ഭ്രാന്തനായി തുപ്പലൊലിപ്പിച്ച് ചുവരുകളിൽ പടം വരച്ച് ചിരിച്ചും അട്ടഹസിച്ചും താൻ ബുദ്ധി ഭ്രമം നടിച്ച്
അബീമേലെക്ക് ചിന്തിച്ചു, ഇവന്റെ മാനസിക നില തെറ്റിപ്പോയി, ഒരു മനോരോഗിയായി മാറി, മെന്റൽ പേഷ്യന്റായി മാറി. അതുകൊണ്ട് ഇവനെ ഇനി അടിച്ചിട്ടും കൊന്നു കളഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് അബീമേലെക്ക് വിട്ടയച്ചപ്പോൾ കത്തിയുടെയും കുന്തത്തിന്റെയും ഇടയ്ക്ക് നിന്ന് ഓർക്കാം, ദാവീദിന് ദൈവം ബുദ്ധി കൊടുത്ത് തന്ത്രപരമായി ദൈവം വിടുവിച്ചപ്പോൾ 34-ാം സങ്കീർത്തനം താൻ എഴുതിയ വാക്യം എങ്ങനെയാണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഓർക്കുക, ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ദാവീദിനെ അബീമേലെക്കിന് മുമ്പിൽ വിടുവിച്ചതുപോലെ 2025 8-ാം മാസം 31-ാം തീയതി വരെയും ശത്രുവിന്റെ കുരുക്കിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നഷ്ടങ്ങൾ ഒത്തിരി നിരത്താമായിരുന്നു. ദൈവിക സംരക്ഷണമില്ലായിരുന്നുവെങ്കിൽ, ദൈവിക കരുതലില്ലായിരുന്നുവെങ്കിൽ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ വഹിക്കുന്നത് പോലെ ദൈവിക കരുതലില്ലായെങ്കിൽ 8-ാം മാസം 31-ാം തീയതി ഒത്തിരി നഷ്ടങ്ങൾ ആലയത്തിനകത്ത് നിരത്തി വെക്കാൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകരക്കാലം പല അനർത്ഥങ്ങളെയോ പല അപകടങ്ങളെയോ പല പ്രതിസന്ധികളെയോ വിടുവിച്ച ഒരു ദൈവത്തെയാണ് നമുക്ക് കാലം ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി മാറണം. പണം കൊടുത്തല്ല ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെ മസിൽ കാട്ടിയല്ല ദൈവത്തെ ഒന്ന് പകർക്കാതെ സന്തോഷിപ്പിക്കേണ്ടത്. ചെയ്തതിനെല്ലാം പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഓർക്കുക, ആൾക്കാരെ കണ്ടു വേണം നമ്മൾ ഡീൽ ചെയ്യുക. ബിസിനസ്സിലെ ഒരു സംഭവം ഇതാണ്, മാർക്കറ്റ് കണ്ടു വേണം. ഞാനൊക്കെ ബിസിനസ് നിൽക്കുമ്പോൾ മാർക്കറ്റ് കണ്ടേ ചരക്കിറക്കാവുള്ളൂ. കോട്ടയം അവിടെ 50 കിലോ കപ്പ ഡെയിലി വിൽക്കുമെങ്കിൽ 1 കമ്പോളത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ 25 കിലോ വിൽക്കും. ബാക്കി 25 കിലോ എന്ത് ചെയ്യും? കറുത്തു പോകും, നഷ്ടം സംഭവിക്കും. മാർക്കറ്റ് കണ്ട് ഒക്കെ ചരക്കിറക്കുന്നത് പോലെ തന്നെ ദൈവത്തെ എല്ലാവരെയും കാണുന്ന ഒക്കെ ലാഘവത്തോടെ കാണരുത്. MBA ഡീൽ ചെയ്യേണ്ടത് MBA ഡീൽ ചെയ്യണം, പാസ്റ്ററെ ഡീൽ ചെയ്യേണ്ട രീതി പാസ്റ്ററെ ഡീൽ ചെയ്യണം. പക്ഷേ ദൈവത്തെ ഡീൽ ചെയ്യേണ്ട രീതിയിൽ നാം ഡീൽ ചെയ്ത. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെങ്കിൽ. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ദാവീദ് പറയുകയാണ്, എല്ലാ കാലത്തും വാഴ്ത്തുവാൻ യോഗ്യനായ ഭൂമിയിൽ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന കർത്താവ് എന്നാണ് വിശുദ്ധ ബൈബിളിലൂടെ ദാവീദ് വിളിച്ചു പറയുന്നത്. ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നന്ദി എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ദാവീദ് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം സ്തുതിക്കുമെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ സമക്കാരെല്ലാം സ്തുതിക്കുമെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ സമൂഹമൊക്കെ സ്തുതിക്കുമെന്നല്ല പറഞ്ഞത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയില്ല, എനിക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല, എനിക്ക് ആരാധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. പട്ടണം ആരാധിച്ചില്ലെങ്കിലും, വീട്ടുകാർ ആരാധിച്ചില്ലെങ്കിലും, ദൈവസഭയിലുള്ള ഓരോ വ്യക്തികൾ ആരാധിച്ചില്ലെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിനും ആരാധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ദൈവം വിടുവിച്ചത് വ്യക്തിപരമാണ്, ദൈവം എന്നെ സ്നേഹിച്ചത് വ്യക്തിപരമാണ്. അതുകൊണ്ട് താൻ പറയുകയാണ്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. യേശുക്രിസ്തു 10 അന്ധന്മാരെ സൗഖ്യമാക്കി. 9 പേരും ദൈവത്തിന് അടുക്കൽ വരാതെ ഒരുവൻ മാത്രം നന്ദി പറയുവാൻ വന്നപ്പോൾ യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ 10 പേരെയല്ലേ സൗഖ്യമാക്കിയത്, ബാക്കി 9 പേര് എവിടെ? പക്ഷെ ആ മനുഷ്യന് ചോദിച്ചു, നിനക്കും ആ 9 പേരുടെ കൂടെ നിനക്കും നന്ദി പറയാതെ പോകാൻ പറ്റത്തില്ലായിരുന്നോ? ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഏതാണ്? നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? ഇന്ന് പകൽക്കാലം ഓർക്കുക, 9 പേരും നന്ദിയില്ലാത്തവരായി മാറുമ്പോൾ, 9 പേരും ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ, 9 പേരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ, അതിൽ വേറിട്ട ഒരു മനുഷ്യൻ വിടുവിച്ച ദൈവത്തെ, നടത്തിയ ദൈവത്തെ, പരിപാലിച്ച ദൈവത്തെ, അവന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് അവൻ നന്ദി പറയുവാൻ വന്നുവെങ്കിൽ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നന്ദി കരേറ്റുന്ന പകലാണ് വിശുദ്ധ ആരാധന എന്ന് പറയുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി,
സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചത് അതിങ്ങനെയാണ്, എനിക്ക് സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കും. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജിച്ചു പോയില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അപേക്ഷിച്ചതിനൊക്കെ ദൈവം എനിക്ക് ഉത്തരം അരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. പക്ഷേ ആ മനുഷ്യൻ പറയുകയാണ്, ഇനി ഞാൻ ദുഃഖഭാവത്തോടെയല്ല ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവം എനിക്ക് വിടുതൽ തന്നു. അബീമേലെക്കിന്റെ കത്തിമുനയിൽ നിന്നും കുന്തത്തിന് മുനയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ഈ ഭൂമി ദൈവം എനിക്ക് ആയസ്സോടെ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. എന്റെ ഭാര്യയെ, കുഞ്ഞുങ്ങളെ, വീട്ടിലുള്ളവരെ, സഭയുടെ വിശ്വാസികളെ കാണുവാൻ ദൈവം എനിക്ക് ഒരു ദിവസം കൂടി അവസരം തന്നപ്പോ ഞാൻ ഇരിക്കുന്നത് മുഖം കറുത്തിരിക്കത്തില്ല. ഞാൻ ദൈവസന്നിധി പ്രസാദമുള്ള മുഖമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം എന്തിയ ലജ്ജിച്ചു പോയിട്ട്. ഓണം പ്രടിച്ചതിന്റെ സന്തോഷമല്ലത്, 50 ഏക്കർ തോട്ടം ലഭിച്ചതിന്റെ സന്തോഷമല്ല, ആരോഗ്യമുള്ള തലമുറ ലഭിച്ചതിന്റെ സന്തോഷമല്ല. ഒക്കെ കത്തി മുനയ്ക്കകത്തുണ്ട്, മരണത്തെ മുഖാമുഖമായി കണ്ടകിടത്തുന്നത്. ദൈവം എന്നെ വിടുവിച്ചു. ദേശത്ത് ഭയമില്ലാതെ, ശങ്കയില്ലാതെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പെനിക്കുള്ളപ്പോ അകത്തെ സന്തോഷമാണ് പുറത്തെ മുഖത്ത് അത് പ്രതലമായി മാറുവാനിടയായി മാറിയത്. അകത്ത് സന്തോഷമുണ്ടെങ്കിൽ മുഖം കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അകത്തു വേദനയാണെങ്കിൽ മുഖത്ത് അത് പ്രതിധ്വനിക്കുവാനിടയായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവമുഖത്തേക്ക് നോക്കുന്നവനായി മാറണം, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായി മാറണം, ദൈവത്തിൽ ശരണപ്പെടുന്ന വ്യക്തിയായി മാറണം. 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. അല്ലേ? അവിടെ വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്, ഒരു ഭക്തനായി ജീവിച്ച, ഒരു ദൈവ പൈതലായി ജീവിച്ച, ഒരു ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി ജീവിച്ച, വിടുവിക്കുന്ന ദൂതന്റെ സന്നാഹം നാം ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് വഴിയില്ലാത്ത ഇടത്ത്, വിടുതലില്ലാത്ത ഇടത്ത്, എല്ലാ വഴികളും നമുക്ക് എതിരായി മാറുന്ന ഇടത്ത് പ്രാർത്ഥിക്കുന്നവന് നല്ല ഉറപ്പുണ്ട്. മണ്ണിലെ വഴികളെല്ലാം അടഞ്ഞു പോയാല്, പ്രതീക്ഷിക്കുന്ന വ്യക്തികളെല്ലാം മാറിപ്പോയാല്, കാണാമെന്ന് പറയുന്നവരെല്ലാം പിന്തിരിഞ്ഞു പോയാല്, ഒരു ഭക്തന് നല്ല ഉറപ്പുണ്ട്, ഇവരെല്ലാം എന്നെ കൈവിട്ടാലോ കൈവിടാത്തൊരു ദൈവം എനിക്കുണ്ട്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൂതനെ വിട്ട് ദൈവം വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലത്തെ മീറ്റിംഗ് എനിക്ക് കുറിച്ചില്ല. നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ടിനു പാസ്റ്ററിന്റെ സഭയുടെ വിശ്വാസ വീട്ടിലാണ്, MRF-ലെ ആനയുടെ വീടാണ്. സാമ്പത്തികപരമായ എല്ലാ സെറ്റപ്പും ആ വീട്ടിലുണ്ട്. പക്ഷെ സാറ് ഉറങ്ങാൻ പറ്റില്ല. ഒരു ദിവസം വൈകിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ തന്നെ കൊണ്ടുപോയി. ഒത്തിരി പാസ്റ്റേഴ്സ് മാറി മാറി പ്രാർത്ഥിച്ചു. പക്ഷേ ട്രീറ്റ്മെന്റുകൾ നടന്നു. പക്ഷേ ഇന്നലത്തെ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് രോഗമല്ല, അതൊരു ബന്ധനമാണ്. വിടുവിക്കേണ്ടവനെ ദൈവ സമയമാകുമ്പോൾ വിടുവിക്കും. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ദൈവം വിടുവിക്കണമെങ്കിൽ, ദൈവം ഒരുവനെ പരിപാലിക്കണമെങ്കിൽ അവൻ ഭക്തനായി മാറണം. പാസ്റ്ററായിട്ട് കാര്യമില്ല, വിശ്വാസിയായിട്ട് കാര്യമില്ല, പള്ളി ഭക്തനായി നമ്മൾ മാറിയിട്ട് കാര്യമില്ല. ഒരു ദൈവഭക്തനായി മാറുമ്പോൾ ഒന്ന് ഞാൻ പറയാം, ഒരു ദൈവഭക്തനായി മാറുമ്പോൾ നീ ഒറ്റപ്പെടും. നിന്നെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. വാക്കുകൾ നിനക്ക് മുറിവായി മാറും. എല്ലാവരും നിന്ദിക്കപ്പെട്ടവരായി മാറും. പക്ഷെ ഞാനൊന്ന് പറയുക, മനുഷ്യൻ തള്ളിയതിനെ മൂലക്കലാക്കി മാറ്റുക ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് മകൾ വിടിവിക്കണമെന്ന് മകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുമെങ്കിൽ ഇന്ന് മകൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. തുറന്നു കിടക്കുന്ന ഒരു വയലിലല്ല, ഒരു ദൈവ വയലിനെ ദൈവമാക്കിയിരിക്കുന്നത്. കെട്ടിയടച്ചിരിക്കുന്നത് തോട്ടത്തിന്റെ കത്താണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മെ പരിപാലിക്കുന്ന
ഒരു ദൂത സഞ്ചയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ദൂതന്റെ സേവകരല്ലെന്ന നമ്മുടെ സേവകനാണ് ദൂതൻ. പരിശുദ്ധ ബൈബിൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇങ്ങനെയാണ്: ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാദങ്ങളെ കണ്ണിക്കുന്ന ദൈവശക്തി പുറകിലല്ല സ്നേഹിത, നിനക്ക് മുൻപടയായി പിൻപടയായി ദൂതന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി അനുഗ്രഹിക്കുമെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? അടയ്ക്കുന്നവർ അടയ്ക്കട്ടെ, ഒടിക്കുന്നവർ ഒടിക്കട്ടെ, ബ്ലോക്ക് ചെയ്യുന്നവർ ബ്ലോക്ക് ചെയ്യട്ടെ. പക്ഷേ ഇന്ന് പകലക്കല ഭക്തന്റെ നോട്ടം മണ്ണിലേക്കായി മാറരുത്. ഭക്തന്റെ നോട്ടം വീട്ടിലേക്കാണെങ്കിൽ നീ അറിയാതെ തന്നെ നിന്നെ വിടിവിക്കുവാൻ ദൂതന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി മാറും. അതിന് 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേ. ഓർക്കുക, ഇവിടെ വായിക്കുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നമുക്കറിയാം, സ്ത്രീകളൊക്കെ വീടുകളിൽ കറി വെക്കുമ്പോ എന്തെല്ലാം സാധനങ്ങൾ ചേരുവകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് അതിന്റെ ചാറെടുത്ത് കയ്യിൽ വെച്ച് ടെസ്റ്റ് ചെയ്യും. സ്മെല്ല് കൊണ്ട് അറിയാൻ പറ്റില്ല, പക്ഷേ അതിനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ കൈവെള്ളം വെച്ച് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവുണ്ടോ, അല്ലെങ്കിൽ അതിന് പുളി കുറവുണ്ടോ, എരിവ് കുറവുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം വീണ്ടും ചേർത്ത് പന്തിയിൽ വിളമ്പുവാൻ പറ്റുന്ന നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാക്കി മാറ്റുന്നത് പോലെ ഒരാള് പറഞ്ഞ് നീ യേശുവിന്റെ പുറകെ പോകരുത്, യേശു ലോകരക്ഷകൻ എന്ന് പറഞ്ഞു ഓർക്കുക. ആരെങ്കിലും പറയുന്നത് കേട്ട് പോകരുത്. ഈ പ്രായം വരെ നീ ഓർക്കുക, എണ്ണി നിന്റെ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങളെ ആറടി മണ്ണിലേക്ക് പറഞ്ഞു വിടാതെ, ഒരു വെള്ളത്തുണി പുതപ്പിച്ച് ഓർക്കുക, വീട്ടിൽ നിന്റെ ബോഡി മാറ്റാതെ. ഈ പ്രായം വരെ ദൈവം എനിക്ക് ചെയ്തത് തിന്മയല്ല, എന്റെ ദൈവത്തെ എനിക്ക് രുചിച്ചറിഞ്ഞപ്പോൾ ഇതുപോലെ സ്നേഹിക്കുന്ന, ഇതുപോലെ കരുതുന്ന, ഇതുപോലെ പരിപാലിക്കുന്ന മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് രുചിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് ദൈവം ഇതുപോലെ സ്വീകരിക്കുവാനിടയായി മാറുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: ദൈവത്തെ രുചിച്ചറിയുന്നവരായി മാറണം. ദൈവത്തെ എന്ത് ചെയ്യണം? രുചിച്ചറിയുന്നവരായി മാറണം. ദൈവത്തെ ഓർക്കുക, നാം സ്നേഹിക്കുന്നവരായി മാറണം. 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ബാലസിംഹങ്ങളും ഈര കിട്ടാതെ വിശന്നിരിക്കൂ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കാട്ടിലെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന സിംഹത്തിന് പോലും ആഹാരം കിട്ടുന്നില്ല. നമ്മളൊക്കെ ചാനലിൽ കാണാറുണ്ട് പോത്തിനെയും മാനിനെയൊക്കെ സിംഹം പിടിക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇത് രാവിലെ തുടങ്ങുന്ന പ്രയത്നമാണ്. ഇത് രാവിലെ എഴുന്നേറ്റ് ഒരു സിംഹം ഒരു ഒരു മാന്റെ പുറകെയോ അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിന്റെ പുറകെ പോകുമ്പോൾ രാവിലത്തെ ശ്രമങ്ങൾ കൊണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് കിട്ടില്ല. എത്രയോ സിംഹത്തെ, എത്രയോ ആടിന്റെയും മാന്റെയും അതുപോലെ കാട്ടുപോത്തിന്റെ പുറകിൽ പോയിട്ട് പരാജയപ്പെട്ടിട്ട് അവസാന നിമിഷത്തിലായിരിക്കും ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു സിംഹത്തിന് ഒരാഹാരമായി ലഭിക്കുന്നത്. ഓർക്കുക, എല്ലാ ദിവസവും നമ്മളെ പോലെ 3 നേരം ഫുഡ് അടിക്കുന്ന സാധനമല്ല സിംഹം എന്ന് പറയുന്നത്. ഒരു നേരം മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. നമുക്കറിയാം, കാട്ടുപോത്തിന്റെയൊക്കെ തൂക്കം 600-ഉം അതുപോലെ 700-ഉം 1000 കിലോ ഒക്കെ മേളിലാണ് ഒരു കാട്ടുപോത്തിന്റെ തൂക്കം. പക്ഷെ 8-10 കാട്ടുപോത്തിന്റെ പുറകെ പോയിട്ട് ലാസ്റ്റ് വിജയിക്കുന്നത് 1-നെ മാത്രം കിട്ടുമ്പോഴാണ്. അപ്പൊ അങ്ങനെ പോലും ശ്രമിച്ചിട്ട് 24 മണിക്കൂറും ശ്രമിച്ചിട്ട് കാട്ടിലെ രാജാവായിരിക്കുന്ന സിംഹത്തിന് പോലും ആഹാരം കിട്ടാതെ അതിന്റെ പ്രയത്നം നിഷ്ഫലമായി മാറുമ്പോൾ ഓർക്കുക, ഈ പ്രായം വരെ 3 നേരത്തിന് 4 നേരവും ആഹാരം തന്ന ദൈവത്തെ ഇന്നും പകലക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ആത്മാർത്ഥതയോടെ ധരിക്കുവാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനം എല്ലാം ദൈവം എന്റെ ജീവിതത്തിൽ തന്നപ്പോൾ ഇന്ന് പകലക്കാലം കാട്ടിലെ രാജാവിനും ഇന്ന് പകലക്കാലം സിംഹത്തിനും ആഹാരം ലഭിക്കാതിരിക്കുമ്പോൾ ഒന്നിനും യോഗ്യതയില്ലാത്ത, ഒന്നിനും ശ്രേഷ്ഠതയില്ലാത്ത, ഒന്നും ഉയർത്തി കാട്ടുവാനില്ലാത്ത എനിക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരായി മാറണം. 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കണം, വേഗത്തിൽ വായിക്കാം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ. ഓർക്ക്, ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും.
അപ്പൊ നമ്മൾ മനസ്സിലാക്കട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പ്രാർത്ഥന നല്ലതാണ്. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല. നമ്മളൊരു ബാങ്കിൽ ഒരു അപേക്ഷ വെക്കുകയാണെങ്കിൽ എല്ലാ അപേക്ഷകളും സ്വീകരിക്കാം, കുറച്ചൊക്കെ തള്ളിപ്പോകും. പക്ഷേ യോഗ്യമാകുന്നത് ബാങ്കിന്റെ റൂൾസിന് അനുകൂലപ്പെട്ട കാര്യങ്ങൾ മാത്രം പാസ്സാക്കി പോകുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് കൊള്ളയടിക്കുന്നവനെ പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്, കൊട്ടേഷൻ പണിക്ക് പോകുന്നവനെ പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. പക്ഷെ ഓർക്കുക, കഴിഞ്ഞ പ്രാവശ്യം ദൈവദാസൻ പറഞ്ഞൊരു പ്രസംഗത്തിന് വേണ്ടിക്കകത്ത് ഇങ്ങനെ ഞാൻ ആ ഭാഗം അടർത്തിയെടുക്കുകയാണ്. ഭാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ വരുമ്പോൾ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും എന്തിയും തുറന്നിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന, ആരാധിക്കുന്ന എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ, ദൈവത്തിന്റെ കാത് തുറന്നിരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ ദൃഷ്ടി വെക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ യോഗ്യത ദൈവം നോക്കും. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന സത്യത്തെ മാത്രമല്ല, അവന്റെ ജീവിതത്തിന്റെ വിശുദ്ധി നോക്കും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ വാക്യം വായിക്കേണ്ട എങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തോട് മസിൽ പിടിക്കുന്നവനെ, ദൈവത്തോട് മറുതലിക്കുന്നവനെ, ദൈവത്തിന്റെ നാമത്തിനെതിരെ ദൂഷണം പറയുന്നവരെ മറ്റാരും നശിപ്പിക്കേണ്ട, ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അതിന് കരുത്തു നൽകട്ടെ. 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് നീതിമാന്മാർ നിലവിളിച്ചു, ദൈവം മുഖം തിരിച്ചെന്നല്ല. ദൈവം അവരുടെ പ്രാർത്ഥന നിലവിളി ദൈവം കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഒന്ന്, ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി കേൾവിശക്തിയുള്ളവനായി മാറണം. രണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നവനായി മാറണം. രണ്ട്, അവരുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യുവാൻ കരുത്തുള്ളവരെയാണ് ദൈവം എന്ന് പറയുന്നത്. ജാതികളുടെ ദൈവത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ജാതികളുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്, കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുമ്പോൾ, ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുമ്പോൾ, നാവുണ്ടായിട്ടും സംസാരിക്കാതിരിക്കുമ്പോൾ, കൈയുണ്ടായിട്ടും ചലിക്കാതിരിക്കുമ്പോൾ, കാലുണ്ടായിട്ടും നടക്കാതിരിക്കുമ്പോൾ, ഞാനും നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇസ്രായേലിന്റെ പരിപാലകൻ ഭയങ്ങാതെ ഉറങ്ങാതെ അവൻ കൂടെ ഇരിക്കുമെങ്കിൽ, ഇന്ന് നാം ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രജയുടെ ഇടവകരേക്കുള്ള നിലവിളി ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവം നിലവിളി കേട്ട, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട, ദൈവം നമ്മുടെ അപേക്ഷ കേട്ട, കഷ്ടങ്ങളിൽ അവൻ നമ്മളെ വിടുവിക്കും. പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും, ചോദ്യചിഹ്നങ്ങൾക്ക് ഒരു ആശ്ചര്യ ചിഹ്നമായി മാറും. നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വഴിത്തിരിവുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഇന്ന് പകലക്കാലം നാം ആരാധിക്കുന്ന ദൈവം കുറച്ച് വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പരിഹാരം തരുന്ന ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് സർവ്വ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാനിടയായി മാറും. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു കേരള യാത്രയെ കുറിച്ച് നമുക്ക് കണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒത്തിരി അദാലത്തുകൾ നടന്നു അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യമാണ്, ഞാൻ മറന്നുപോയി, ബഹുദൂരം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. അങ്ങനെ എന്തൊരു സംഭവം ഞാൻ മറന്നുപോയി ആ സംഭവം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, അദാലത്ത് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി തീർപ്പുണ്ടാകില്ല. ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഉദാഹരണം, ബാങ്കിൽ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ലോൺ എടുത്ത അദാലത്തിലേക്ക് കൊണ്ട് 1 ലക്ഷം എടുത്ത 1.5 ലക്ഷത്തിലേക്ക് പലിശ സഹിതം വന്നു. ബാങ്കുകൾ ഒരു കാരണവശാലും പലിശ തള്ളിക്കളയില്ല. അദാലത്തിന് കൊണ്ടുവച്ച പലിശ ഇല്ലാതെ 1 ലക്ഷം അടച്ചാൽ മതി, 50 ലക്ഷം അദാലത്തിൽ തള്ളിപ്പോകും. പക്ഷെ ഓർക്കുക, അന്നപ്പോഴും ഓർക്കുക, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ഓർക്കുക, അവന് 1 ലക്ഷം രൂപ തന്നെ അടച്ചു കൊടുക്കണം. പക്ഷെ ഓർക്കുക, ചില കാര്യങ്ങൾക്ക് മാത്രം മുഖ്യമന്ത്രി ഇടപെട്ട് ചില വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരമല്ല,
താൽക്കാലിക പരിഹാരം കൊടുക്കുമ്പോൾ ഞാൻ ആരാധിക്കുന്ന ദൈവം താൽക്കാലിക പരിഹാരം തരുന്നവനല്ല, അവൻ ശാശ്വത പരിഹാരം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇതവകൾക്ക് തിരിച്ചറിയുക. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നു അവനവനെ വിടുവിച്ചു. 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇത് ഇന്ന് വരെയും ഒരു മെഡിക്കൽ കോളേജിൽ കാണാത്ത ഒരു സാധനം. കാല് മാറ്റി വെക്കും, കണ്ണ് മാറ്റി വെക്കും, പക്ഷെ ഹൃദയം മാറ്റി വെക്കും. പക്ഷെ ഒരുവന്റെ സ്വഭാവത്തെ മാറ്റി വെക്കുന്ന സ്ഥലമാണ് ദൈവസന്നിധി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് പറഞ്ഞാൽ ദൂരസ്ഥനല്ല, ദൈവം സമീപസ്ഥനാണ്. ഹൃദയം ദുഃഖമുള്ളവർ, വേദനയുള്ളവർ, ഒറ്റപ്പിടിയുള്ളവർ, ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരൊക്കെ ജീവിതത്തിന് മാറിപ്പോകുമ്പോൾ ഇവിടെ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരോ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരും ഈ ഭൂമി ആശ്വാസമില്ലാതിരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന് മുറിവാണോ, ജീവിതത്തിൽ ഒറ്റപ്പെടിയാണോ, സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണോ, ആര് നിങ്ങളെ ആശ്വസിപ്പിക്കുവാനില്ലെങ്കിലോ, ആര് നിങ്ങളെ ചേർത്ത് പിടിക്കുവാനില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ഇന്ന് പകരത്തിൽ മാറ്റുക. നിങ്ങളെ അകലെയല്ല നിൽക്കുന്നത്, ഞാൻ സമീപസ്ഥനായി ഇറങ്ങി വരൂ. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അതിന്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഇവിടെ വായിക്കുന്നത് 22-ാമത്തെ വാക്യം, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഭൂമിയിലെ ശിക്ഷയാണോ പറയുന്നത്? അല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിലും ഈ ശരീരം ഓൾറെഡി പാപത്തിൽ നിലനിൽക്കുന്ന ആണ്. പഴയ കാലത്ത് ഒരുവനെ അടിച്ചെങ്കിൽ മാത്രമേ ഉള്ള പാവം. പഴയ കാലത്ത് ഒരു ചെകിട്ടത്ത് അടിക്കാമെന്നെ പഴയ അടുത്ത ചെകിടും കൂടെ കാണിച്ചല്ല, 2 ചെകിടോട് അടിച്ചു പൊട്ടിക്കണമെന്ന്. ഒരുവൻ ഒരു ചെകിടത്ത് അടിച്ചാൽ തിരിച്ച് 2 ചെകിടത്തും അടിക്കാം. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഒരു ചെകിടത്ത് അടിക്കണവനെ അടുത്ത ചെകിട് കാണിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ഓർക്കാം, ചെയ്തെങ്കിൽ മാത്രമേ പാപമുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഓർക്കാം, സഹോദരനെ നിസാര എന്ന് വിളിച്ച ചിന്തിച്ച അഗ്നി നരകത്തിന് യോഗ്യനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ശരീരത്തിന് ജീവിച്ചിരിക്കുമ്പോ മണ്ണ് വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് പല ശോധനയിലൂടെ കടന്നു പോകും. ഇതിനകത്തിരിക്കുന്നവർ എങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്നതെന്ന് അറിയില്ല. ആക്സിഡന്റ് ആണോ, ക്യാൻസർ ആണോ, ഷുഗർ ഒക്കെ ശരീരത്തെ ഒരു കാലിനെയും മുറിച്ചാണോ, എങ്ങനെയൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചില ദണ്ഡനങ്ങളുടെ പരിശുദ്ധാത്മാവ് നമ്മളെ കടത്തിവിടും. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശിക്ഷ ഒന്നേ ഉള്ളൂ, ശിക്ഷ 2 എന്താണ്? ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ കണ്ണുകൊണ്ട് ഹൃദയങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ശരീരത്ത് അനുഭവിച്ച് തീർത്താൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഭക്തനായിരിക്കുന്ന ലാസറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ശിരസ് മുതൽ പാദം വരെ വൃണ്ണം നിറഞ്ഞവനായി. കൈകൊണ്ട് ചൊറിയുവാൻ പറ്റില്ല, മാംസങ്ങൾ അടർന്നു പോകും. നായ്ക്കൾ വന്ന് അവന്റെ വൃണ്ണം നക്കും, അവനൊരു ആശ്വാസം ഉണ്ടാവും. ഭക്തനാ, പക്ഷേ ഓർക്കുക, ശിരസ് മുതൽ പാദം വരെയും പരുക്കള നിറയപ്പെട്ടവനായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ശിക്ഷ 2 പിന്നെ മരണാന്തരം അഭാപിതാവിനെ മടിയില്ല എന്നത്. അപ്പൊ നമ്മൾ മനസ്സിലായി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ശരീരത്തിന്മേൽ വന്ന് ഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും, ഓരോ മുറിവുകളും, ഓരോ വേദനകളും, ഓരോ ത്യാഗങ്ങളും ഓർക്കുക, ജീവിതത്തിൽ ശുദ്ധീകരണത്തിനാണ്. 2 രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് 2 മരണമാണ്. 1 ജഡത്തിലൊരു മരണം, 2 ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. രക്ഷിക്കപ്പെടാത്തവന് 2ാമത്തെ മരണമായി മാറുമ്പോൾ
രക്ഷിക്കപ്പെട്ടവൻ ശരീരത്തിന്മേൽ അനുഭവിക്കുന്ന വേദനകളും തിന്മകളും നിനക്കൊരു ശുദ്ധീകരണത്തിന് വേണ്ടിയാ. പക്ഷെ ഞാനൊന്ന് പറയാ, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ രണ്ടാം മരണത്തിന് യോഗ്യരായി മാറ്റാതെ ദൈവത്തിന്റെ പരദീസി എന്ന് വിശേഷിപ്പിക്കുന്ന, ദൈവത്തോട് കൂടെ ഇരുത്തുന്ന ഒരു നല്ല സുദിനമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിരിക്കുമ്പോൾ നല്ലതായാലും തീയതായാലും ഒരു ദിവസം ന്യായാസനത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ പ്രതിഫലം വാങ്ങുവാൻ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തൻ പാടുന്നത് പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ അയക്കുന്ന ഇടങ്ങൾ, താമസിക്കുന്ന ഇടങ്ങൾ, ദൈവം നമ്മളെ നിർത്തുന്ന മേഖലയിലേക്ക് ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 സുന്ദരനായിരിക്കുന്ന ദൈവത്തെ വാഴ്ത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായി നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, ആദിത്യമാകിലേ വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് നാട്ടിൽ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആദിത്യമാകില് വാണാലോ, എന്റെ പ്രിയൻ വന്നിരുന്നേരുമാ
സ്നേഹിതൻ വാണാലോ എന്റെ ആത്മസ്നേഹിതൻ വാണാലോ ശ്വാസമാകെ കഥ പറയാൻ പോവാ, തുടങ്ങരുത്. അതെ, ആ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പൊക്കെ തോന്നും. അപ്പോൾ 12:30 മീറ്റിംഗ് നിർത്തും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. ഒരു മേസ്ത്രി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, താൻ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. താൻ പണിയിൽ ജാഗ്രതനായതുകൊണ്ട് താൻ പണിത കെട്ടിടത്തിന്റെ വേഗത താൻ ശ്രദ്ധിക്കാതെ പണിതുകൊണ്ടിരുന്നു. ഏകദേശം 10 നില കെട്ടിടത്തിലേക്ക് താൻ പണിതു കയറി. ആ സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം നിലത്ത് വീണു. അദ്ദേഹത്തിന് ഇത് തിരിച്ചെടുക്കണമെങ്കിൽ ഈ 10 നില ഇറങ്ങി വന്ന് വേണം ആ പണിയായുധം തിരികെ എടുക്കുവാൻ. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഇറങ്ങി വന്നാൽ സമയങ്ങൾ പോകും, പണിയുടെ വേഗതകൾ കുറയും, യജമാനം വന്ന് നോക്കുമ്പോൾ ഞാനൊരു മടിയനായി മാറും. അദ്ദേഹം ചിന്തിച്ചു, ഉച്ചക്കത്തേക്ക് ഭക്ഷണം കഴിക്കുവാൻ 30 രൂപയുണ്ട്, ഇന്നത്തെ ഭക്ഷണം എനിക്ക് വേണ്ട, ഇന്ന് 20 രൂപയിൽ ഒരു ചായയും ഒരു കടിയും കഴിച്ച് പോകാമെന്ന് ചിന്തിച്ചു. ആ കെട്ടിടത്തിലെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം കൈകൊട്ടി വിളിച്ചു. ആരും ശ്രദ്ധിച്ചില്ല. പലരും വേഗത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനം കയറി അവരുടെ ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൈകൊട്ടി വിളിച്ചിട്ട് ആരും കേൾക്കാതെ വന്നപ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന 30 രൂപയിൽ 10 രൂപ താൻ നിലത്തോട്ട് ഇട്ടുകൊടുത്തു. പക്ഷേ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് അത് കൃത്യമായി വീണു. മുകളിലോട്ട് നോക്കാതെ ദൈവം എന്നെ കടാക്ഷിച്ചുവെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു ആ 10 രൂപയുമായി താൻ പോവുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ആഗ്രഹം, ഈ താഴെ കിടക്കുന്ന പണിയായുധം ഒന്ന് മുകളിലേക്ക് നോക്കിയ എനിക്ക് ആ പണിയായുധം ചരടിൽ കെട്ടി മുകളിലോട്ട് വലിച്ചെടുക്കാം. ആദ്യത്തെ ലഭിച്ച മനുഷ്യൻ 10 രൂപയും കൊണ്ടുപോയി. പിന്നെ താൻ ചിന്തിച്ചു, ഇനി 20 രൂപയെ ശിക്ഷിക്കുന്നുള്ളൂ, കടി ഇന്ന് വേണ്ട, ഒരു ചായയിൽ നിർത്താമെന്ന് പറഞ്ഞ് മറ്റൊരു മനുഷ്യൻ വന്നു. ആ മനുഷ്യന്റെ മുമ്പിലേക്ക് 10 രൂപ ഇട്ടുകൊടുത്തു. ആ മനുഷ്യനും ലഭിച്ച നന്മയെ വലുതായി കണ്ട് ദൈവം തന്നു എന്ന് പറഞ്ഞു താൻ കടന്നുപോയി. അവസാനം താൻ ചിന്തിച്ചു, ഒരു ചായ കുടിച്ചത് കൊണ്ട് ഒരിക്കലും എനിക്ക് വയറ് നിറയില്ല, അതുകൊണ്ട് ഇനി അതും ഞാൻ ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ, മൂന്നാമത് വന്ന മനുഷ്യന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. അദ്ദേഹവും എന്ത് ചെയ്തു, ആ ലഭിച്ച നന്മ ദൈവം തന്നു എന്ന് പറഞ്ഞു അവരും ആ നന്മ എടുത്തുകൊണ്ട് പോയി. പക്ഷെ പുള്ളിക്ക് മനസ്സിലായി, നന്മ കൊടുത്തുകൊണ്ടിരുന്ന ആരും മുകളിലേക്ക് നോക്കില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, മുകളിലേക്ക് നോക്കുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. തന്റെ കയ്യിലിരുന്ന ഒരു മരക്കഷണം എടുത്ത് താഴെ കൂടെ പോയ മനുഷ്യന്റെ തലയിലേക്ക് ഇട്ടു. ആ മനുഷ്യൻ മുകളിലോട്ട് നോക്കി. അതപ്പം പറഞ്ഞ, സ്നേഹിത, ഉപദ്രവിക്കുവാൻ വേണ്ടി ഇട്ടതല്ല, വൈരാഗ്യമുണ്ടായിട്ടും ഇട്ടതല്ല. 3 പേർ നിങ്ങൾ പോയ പാതയിലൂടെ കടന്നുപോയി. 3 പേരും നന്മകൾ ലഭിച്ചു. തന്ന വ്യക്തിയിലേക്ക് നോക്കാതെ, ഓർക്കുക, തന്നതിൽ മാത്രം അവർ സന്തോഷിച്ചു പോയപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങളൊന്ന് മുകളിലേക്ക് നോക്കുവാൻ ഒരു മാർഗമേതെത്തത. അതുകൊണ്ട് ആ താഴെ കിടക്കുന്ന പണിയായുധം ഞാൻ വലിച്ചെറിഞ്ഞ ആ ചരടിലൊന്ന് കിട്ടിത്തരാമോ? ഓർക്കുക, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും,
വേദന അധികം ഉണ്ടായിട്ടും, ഭാരം അധികം ഉണ്ടായിട്ടും, പ്രയാസം അധികം ഉണ്ടായിട്ട് എന്തിനാണ് എന്നെ ദൈവം ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്തിനാണ് ദൈവം വീണ്ടും വീണ്ടും എന്നെ ഓർക്ക് ബാലശിക്ഷ തരുന്നത്? ഒന്ന് ഞാൻ പറയാം, തികഞ്ഞ ഒരു ദൈവവൈദ്യനായി മാറുക, ദൈവത്തിന് ഇണങ്ങിയ ഒരു ആയുധമായി മാറുക. കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിമണ്ണ് പോലെ അവന് ബോധിച്ച ഒരു വ്യക്തി പോലെയായി മാറുവാൻ വേണ്ടിയാണ് ഇന്നലകളിലെ തിന്മകൾ, ഇന്നലകളിലെ വേദനകൾ, ഇന്നലകളിലെ ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നത്. തിന്മയ്ക്കല്ല, അതെല്ലാം നന്മയായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ചേർന്ന് പാടാം. സുനിച്ചേച്ചി പാടിയ പാട്ടിന്റെ വരികൾ ഇന്ന് പകൽക്കാലം അറിയാവുന്നവരല്ല, ഇന്ന് പകൽക്കാലം ചേർന്ന് പാടാം. കരങ്ങൾ തട്ടണ്ട. ഇന്ന് പകൽക്കാലം ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഇത്രത്തോളം എന്റെ ജീവിതത്തിലെ വേദനകളും ഭാരങ്ങളും വന്നത്, പ്രയാസങ്ങളും വന്നത്, ഒറ്റപ്പെടലിൽ വന്നത്, ജീവിതത്തിൽ ഞെരുക്കം വന്നത് തിന്മയ്ക്കല്ല, ദൈവം എന്നെ ഒരു നല്ല ആയുധമാക്കി, ദൈവത്തിന്റെ കൈ ഇണങ്ങുന്ന ഒരു വ്യക്തിത്വങ്ങളാക്കി, ദൈവത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ കടലുകൾ കടന്ന് ലോകത്തിന്റെ 5 വൻകരകളിൽ കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ആ പാട്ടിന്റെ വരികൾ പാടി അധരങ്ങളെ തുറന്ന് ഇന്ന് പകൽക്കാലം പാട്ടുകൾ പാടുന്നത് സമയം പോകുവാൻ വേണ്ടിയല്ല. പ്രസംഗം നിന്നെ സ്വാധീനിച്ചിട്ടില്ലായിരിക്കാം, പാട്ട് നിന്നെ സ്വാധീനിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു പാട്ടുകൾ നിങ്ങളെ സ്വാധീനിക്കുവാനിടയായി മാറും. ഈ ഹോളിനകത്ത് മാത്രമല്ല, ഈ മൈക്കിന്റെ ശബ്ദം എവിടെയൊക്കെ ശ്രമിക്കുന്നതോ, വഴിയോരങ്ങളാകട്ടെ, വീടിന്റെ ഉള്ളറയാകട്ടെ, വീടിന്റെ പുറസാകട്ടെ, ബിസിനസ് മേഖലയാകട്ടെ, എവിടെയും ഇന്നുവരെ പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെടുവാൻ ആ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി ഇന്ന് പകൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
അയോഗ്യനായ ദൈവത്തെ, അവലീപനായ ദൈവത്തെ ഇന്നത്തെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്ന് നടുവിൽ നിൽക്കുന്ന കർത്താവിനെ ചൂണ്ടി പറയുക, ഇവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് രാപ്പകലില്ലാതെ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി നാം മാത്രമല്ല ഈ ആരാധനയ്ക്ക് ഇരിക്കുന്നത്, ദൂതന്മാരുടെ വലിയ അകമ്പടി ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇത് മനുഷ്യനെ, നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കി പുസ്തകമാക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് നേരെ ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ, ആരൊക്കെ മൂർച്ചയുള്ള വാളുകൾ ഉയർത്തിയിട്ടുണ്ടോ, ആരൊക്കെ ഈ സുവിശേഷത്തെ തുടച്ചു മാറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരൊക്കെ ലോകത്തിന് മുമ്പിൽ ആയുധം താത്തുവെച്ചിട്ട് അവരൊക്കെ ക്രിസ്തുവിന്റെ പടയാളികളായി പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു പകൽ ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. 66 പുസ്തകം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിൾ ഏത് വീടുകളിലും, ഏത് ഓഫീസുകളിലും, ഏത് സർക്കാർ സ്ഥാപനങ്ങളിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായും ഒരു ചേറ് നമുക്ക് ലഭിക്കും. അത് നമ്മുടെ പൊക്കമണ്ണമല്ല, നമ്മുടെ സൗന്ദര്യമല്ല, നമ്മുടെ പഠിപ്പല്ല, ഈ പുസ്തകത്തോട് കാണിക്കുന്ന ആദരവ. അതുകൊണ്ട് ഇന്ന് പോയി ഈ നല്ല പ്രായത്തിൽ, ആരോഗ്യമുള്ള സമയത്ത്, മുടി നരയ്ക്കുന്നതിന് മുമ്പ്, കണ്ണിന്റെ കേൾവി നഷ്ടപ്പെടുന്നതിന് മുമ്പ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ്, കാലിന്റെ കേൾവി നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ ജീവനുള്ള ദൈവത്തെ ജീവനോടെ ഈ ഭൂമിയിൽ ആരാധിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് വിളിച്ചെണ്ണപ്പെടുകയാണ്. അതിനാധാരമായി പരിശുദ്ധാത്മാവിന്റെ പക്കൽത്തുന്ന വാക്യം ഇതാണ്. സങ്കീർത്തനം 27-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. സങ്കീർത്തനം 27:10. ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ വാക്യം ഒരു ഭയങ്കര പവറാണ്. വിശന്നിരിക്കുന്നവന് മാത്രമേ വിശപ്പിന്റെ വിലയറിയൂ. സ്നേഹം കിട്ടുന്നവർക്കും കരുതൽ ലഭിക്കുന്നവർക്കും ചേർത്തു പിടിക്കുന്നവർക്കും ഇതിന്റെ വേദന, ഇതിന്റെ ആഴം അറിയില്ല. പക്ഷേ ജീവിതത്തിൽ നൊന്ത് പ്രസവിച്ച് അമ്മ, ജന്മം കൊടുത്ത അമ്മ, രക്തബന്ധങ്ങളെ വിശേഷിപ്പിക്കുന്ന സഹോദരന്മാർ, കൂടെ ഒരു അപ്പത്തിലെ അംശികൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിശ്വാസികൾ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, കൂടെ കാണേണ്ടവർ മാറ്റി നിർത്തുമ്പോൾ, മുറിവുകളെ കെട്ടേണ്ടവർ വീണ്ടും മുറിപ്പെടുത്തുമ്പോ, ചേർത്ത് പിടിക്കേണ്ട മാതാപിതാക്കൾ തള്ളിക്കളയുമ്പോൾ, ഇവിടെ വായിക്കുന്നത് എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും അവർക്ക് അതൊരു പ്രധാനപ്പെട്ട വാക്യമാണ്. എങ്കിലും ഞാൻ ക്ഷീണിതനല്ല,
അപ്പനും അമ്മയും സഹോദരങ്ങളും വീട്ടുകാരും സമൂഹവും എന്നെ മാറ്റി നിർത്തിയാലും എങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന മകനെ, മകളെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന മുറിവേറ്റ ഒരു കരം ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷത്തോടെ പറയുവാൻ കഴിയോ, ആ കരം എന്നെ ചേർത്ത് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ, ആ അപ്പനായിരിക്കുന്ന കർത്താവിന്റെ കൂടെയില്ലായിരുന്നുവെങ്കിൽ, ആ ദൈവത്തിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് പകലക്കാലം ഒരു മിനിറ്റ് പോലും ഭൂമി നിൽക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഓർക്കുക, ഇന്ന് പകലക്കാലം കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരു ചില്ല് പാത്രം പോലെ ഉടഞ്ഞുപോയനെ ലോകത്തിലെ ഒരു പശിക്കും അതിനെ ചേർത്തെത്തിക്കുവാൻ കഴിയാതെ വിരൂപമായി മാറിയത്. പക്ഷേ ഇന്ന് പകലക്കല്ല തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, അടിച്ചമർത്തിയവരുടെ മുമ്പിൽ ഇന്ന് പകലക്കാല എന്നെ താങ്ങിയ ഒരു കരമുണ്ട്. ആ കരത്തിന്റെ പേരാണ് യേശു. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട് ആ നാമം ഇന്ന് പകൽക്കാലം എന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ, ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ തലോടിയില്ലായിരുന്നുവെങ്കിൽ, ആ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ തിരികെ വന്നില്ലായിരുന്നുവെങ്കിൽ, എന്റെ പതന ജീവിതത്തിൽ ആർക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ല. ഒരു ചരിത്രകാരന്മാർക്ക്, ഒരു കവിതകൾക്ക്, ഇന്ന് ഒരു ലേഖനമെഴുതുന്ന ഒരു ലേഖകർത്താവുക്ക് എന്റെ അനുഭവത്തെ വർണ്ണിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അത്രമാത്രമാണമായിരുന്നു. ആ യേശുവിനെ പിൻപറ്റിയതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത്. ഓർക്കുക, നമുക്കറിയാം ഉപേക്ഷിക്കപ്പെടുക. നമുക്കറിയാം ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടുകയാണ്. മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അനാഥ കുട്ടികളെ നമുക്കറിയാം. മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ മൊബൈലിൽ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു സിനിമാ സ്റ്റാർ, നേരത്തെ ഒരു സ്റ്റാറാണ്, അത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് കൊല്ലം തുളസി എന്നാണ്. നാടകത്തിലൂടെ സിനിമാ ലോകത്തിലേക്ക് പ്രവേശിച്ചതാണ്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട്, ക്യാൻസർ എന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ ഭാര്യ ഒരു സുപ്രഭാതത്തിൽ, നിങ്ങളത് യൂട്യൂബിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടും. നമ്മള് ബൈബിളിലെ കാര്യം മാത്രം തിരക്കിയിട്ട് കാര്യമില്ല, പുറത്തെ കാര്യം കൂടെ നമ്മൾ അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ പുറകിൽ, ചെവിയുടെ ഒരു പുറകിൽ ചെറിയൊരു തടിപ്പുണ്ടെന്ന് മനസ്സിലായിട്ട് തന്റെ ഭാര്യ രാവിലെ ഒന്നും പറയാതെ കുറച്ച് തുണിയും വാരി കെട്ടിക്കൊണ്ടുപോയി തന്റെ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരി ചോദിച്ച്, ആദ്യം എവിടെ പോയി സാറിനോട് പറയുന്നത് എവിടെ പോവെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാ, എന്റെ നല്ല പ്രായം എനിക്ക് എൻജോയ് ചെയ്യണം. ഈ രോഗിയായ ഈ മനുഷ്യനെ എനിക്ക് ആയുഷ്കാലം മൊത്തം സംരക്ഷിച്ച് എന്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ കത്തിച്ചു തീർക്കുവാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിന്റെ മോളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്റെ മോളെ ഞാൻ വളർത്തിയത് ചങ്കത്ത് വെച്ചാണ് ഞാൻ വളർത്തിയത്. ഇന്ന് ആ കുഞ്ഞ് മറ്റൊരു രാജ്യത്ത് കടല് കടന്ന് മറ്റൊരു രാജ്യത്ത് ഒരു ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുക. കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. ലാസ്റ്റ് അദ്ദേഹത്തിന് അഭയം, ഇപ്പം അദ്ദേഹത്തിന് അഭയം കിട്ടിയത് ഇവിടെയാണ്. അടൂർ എന്ന് പറയുന്നത് അഭയ കേന്ദ്രത്തിനാണ്, ആശ്വാസ ഭവനം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് തനിക്ക് അഭയം കിട്ടിയത്. ഒരു രോഗത്തിന് മുമ്പിൽ, ഒരു ക്യാൻസർ എന്നൊരു വില്ലന്റെ മുമ്പിൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ, കൂടെ കാണാമെന്ന് പറഞ്ഞവർ തള്ളിക്കളഞ്ഞപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ, ഇന്ന് പകലക്കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ലോകത്തോട് വിളംബരം പറഞ്ഞ ഓരോ ഒരു ആരാധന പുരുഷനുണ്ടെങ്കിൽ ഇന്ന് പകൽ നാം സ്നേഹിക്കുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാല് ഞാൻ നിന്നെ മറന്നു കളയത്തില്ല എന്ന് വാക്കു പറഞ്ഞ രക്ഷകന്റെ സാന്നിധ്യത്തെ ഓർക്കുമ്പോൾ എങ്ങനെ ആരാധിക്കാതിരിക്കുവാൻ കഴിയോ? അമ്മത്വത്തിലില്ലാത്ത കാലത്ത്, ഉപേക്ഷിക്കപ്പെടാത്ത കാലത്ത് വിശുദ്ധ ബൈബിൾ എഴുതി വെച്ച ഭാഗമാണ്, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലോ ഞാൻ നിന്നെ ഒരു നാളും മറന്നു കളയുന്ന ദൈവമല്ല. നമുക്കറിയാം, ചുമര കുഞ്ഞുങ്ങൾ ഓർക്കുക, ഉദരത്തിലായതിനു ശേഷം ഓർക്കുക, അതിന് ജന്മം കൊടുത്തതിന് ഒറ്റ കാരണത്താ ഓർക്കുക, കുപ്പത്തൊട്ടികളിലേക്കോ വേസ്റ്റ് കൊട്ടകളിലേക്കോ ഓർക്കുക, റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന്റെ സൈഡിലേക്കോ, അതുപോലെ എന്തിനെ KSRTC ഓർക്കുക, പല ചപ്പു ചവറുകൾക്കിടയ്ക്കും ഓർക്കുക, ജന്മം കൊടുത്ത് ഓർക്കുക, കുഞ്ഞുങ്ങളെ ഓർക്കുക, മാതാപിതാക്കൾ തള്ളിക്കളയുമ്പോൾ തള്ളിക്കളയാത്ത ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളും. അപ്പൊ നമുക്ക് മനസ്സിലായി, കൈവിടാത്ത ഒരു ദൈവമുണ്ട്, തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഓർക്കുക,
ഈ ആരോഗ്യങ്ങളൊക്കെ ക്ഷയിച്ച് 10 ദിവസം നമ്മൾ രോഗിയായി മാറണം. എന്തിനേറെ പറയുന്നു, നമുക്കറിയാം. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ 19 മൈൽ വൃദ്ധസദനത്തിൽ പോയതാ. കുട്ടിക്കാൻ നമ്മുടെ കൂട്ടിക്കുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കൊണ്ടിട്ടു. ഞാൻ അദ്ദേഹം കൊണ്ട് സംസാരിച്ചു, 10 മണിക്കൂർ സംസാരിച്ചു. പുള്ളി ഒരു ഡോക്ടറാണ്. പക്ഷേ മക്കളൊക്കെ ഡെവലപ്പായി. അപ്പനെ വേണ്ട, ഗ്ലാമർ ഇല്ല, സ്മാർട്ട് ഇല്ല, ആരോഗ്യമില്ല, പഠിപ്പുള്ളവർക്ക് മറ്റുള്ളവർ ചേർത്ത് വെക്കുവാൻ അപ്പനോ അമ്മയ്ക്കും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് പകലക്കല അനാഥകൾക്ക്, വിധവകൾക്ക് ഒരു നല്ല സംരക്ഷണം നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: തള്ളിക്കളയാത്ത ദൈവത്തിന് മുമ്പിൽ നമ്മളായിരിക്കുന്നത്. ദൈവം കൂടെ നമ്മളെ തള്ളിയായിരുന്നുവെങ്കിൽ, ദൈവം കൂടെ നമ്മളെ മാറ്റി നിർത്തിയായിരുന്നുവെങ്കിൽ, ദൈവം കൂടെ നമ്മളെ ഉപേക്ഷിച്ചായിരുന്നുവെങ്കിൽ 100 ഗ്രാം വിഷപ്പുക്കുമ്പി ജീവിതം അവസാനിച്ചേനെ, 1.5 മണി കയറി ജീവിതം അവസാനിപ്പിച്ചേനെ. പക്ഷെ ജീവിക്കണമെന്നുള്ള കോടി അകത്തുണ്ടായതിന്റെ പിന്നിലെ കാരണം ഇതാണ്: അമ്മ മറന്നാലോ ഞാൻ നിന്നെ മറക്കാത്ത, ലോകം മറന്നാലോ മറ്റുള്ളവർ ഉപേക്ഷിച്ചാലോ ഇന്നു പകലക്കാലം ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവിനെയാണ് ഇന്നു പകലക്കാലം ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ നമ്മൾ പറയാറുള്ള, സ്ത്രീകൾ പറയാറുള്ള ഒരു കാര്യമാണ് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ പ്രസവ വേദന എന്നാണ്. പക്ഷേ അത് 1-2 മണിക്കൂറുണ്ടാകും ഈ വേദന അവസാനിക്കും. ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് തള്ളപ്പെടുക എന്നുള്ളതാണ്, മാറ്റി നിർത്തുക എന്നുള്ളതാണ്. കഴിവില്ല, പൊട്ടനാണ്, മണ്ടനാണ്, നിങ്ങൾ എന്റെ കൂടെ കൂടിയത്, നീ എന്റെ കൂടെ വന്നത്, നീ എന്റെ വീട്ടിലേക്ക് വന്നത്, എന്റെ ജീവിതം നശിച്ചു തകർന്നു എന്ന് പറയുമ്പോൾ ഒറ്റപ്പിടിയിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. അബ്രഹാമിന്റെ കൂടെ നിന്ന ഹാഗർ, കൂടെ കാണാമെന്നും 2 അന്ത്യം വരെ നിന്നെ നിന്റെ തലമുറയെ ചുമക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവള ഹാഗർ. പക്ഷെ ഇവർക്ക് ഹാഗറിന്റെ ജീവിതത്തിലെ സമനില തെറ്റിയിട്ട് മരുഭൂമിയിലേക്ക് ഓടി. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ ആരും കാണണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും നീ ഉപേക്ഷിക്കപ്പെട്ടവരായി മനുഷ്യവാസമില്ലാത്ത ഇടത്തേക്ക് നീ ഓടിയാലോ മരുഭൂമിയിൽ നിന്നെ ദർശിക്കുന്ന 2 കണ്ണുണ്ട്. അത് സർവശക്തന്റെ കണ്ണ. ഇന്നും പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്, ആരും എന്നെ കാണണ്ട, ആരും എന്റെ ശബ്ദം കേൾക്കണ്ട, ആരും എന്റെ കണ്ണുനീര് കാണണ്ട എന്ന് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഹാഗർ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വന്ന ഉലകത്തിൽ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, തള്ളിക്കളയാത്ത ഒരു ദൈവത്തെയാണ്, ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെയാണ്, ഒരിക്കലും ഇന്ന് പകലക്കല മാറ്റി നിർത്താത്ത ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. 27 സങ്കീർത്തനോ അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ എന്ത് ചെയ്യുക, നീക്കിക്കളയരുതേ. കാണേണ്ടവർ കാണാതിരിക്കുമ്പോ, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതിരിക്കുമ്പോ, ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കാതിരിക്കുമ്പോ, ഇവിടെ ദാവീദ് പറയുകയാണ് 9-ാം വാക്യത്തിൽ, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ചിലർക്ക് പറയുന്നത് കേൾക്കാറില്ലേ, നിന്റെ ശബ്ദം എനിക്ക് കേൾക്കുമ്പോൾ കാല് തൊട്ട് തല വരെ പെരുകുക. ചിലർ പറയാറില്ലേ, നിന്റെ മുഖം കാണുമ്പോ എനിക്ക് എന്തോ ഒരു പ്രയാസം തോന്നുക. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: ആർക്കും എന്റെ മുഖം കാണണ്ട, ആർക്കും എന്റെ ശബ്ദം കേൾക്കണ്ട, ആർക്കും എന്നെ മനസ്സിലാക്കണ്ട. പക്ഷേ തള്ളപ്പെട്ട ആ മനുഷ്യൻ പറയുകയാണ്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും സാരമില്ല, നിന്റെ മുഖം എന്നിൽ നിന്ന് മറക്കരുത്, നിന്റെ തിരുമുഖം എന്നിൽ നിന്ന് മറക്കരുത്. നിന്റെ മുഖം കൂടെ പറഞ്ഞ നീ കൂടെ എനിക്ക് എതിരായി മാറിയ, നിന്റെ കരം എനിക്ക് ശാപമായി മാറിയ ഈ ഭൂമിയിലെ വാസം എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വായിച്ച വാക്യം എങ്ങനെയാണ്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി,
അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ലജ്ജിപ്പിക്കാത്ത, തള്ളിക്കളയാത്ത, നമ്മുടെ മുഖം കറക്കുമ്പോ, നമ്മുടെ ഹൃദയത്തിന് മുറിവുണ്ടാകുമ്പോ, നമ്മുടെ സൗണ്ടുകൾ ഇടറി പോകുമ്പോ, നിൽക്കുവാൻ കഴിയാത്ത വലിയ ഓളങ്ങള്, തിരമാലകള് നമ്മുടെ കാൽപാദത്തെ ഒക്കെ അടിച്ചു മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ മകളെ മകളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരമാണ് ഇന്ന് പകൽക്കാലം എന്നെ നിർത്തുവാനിടയായി മാറുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം കൂടെ നമുക്ക് വേഗത്തിൽ വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാമല്ലോ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ വായിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, മതി ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ഓർക്കുക, ഇത് ദൈവത്തിന്റെ വചനമാണ്. നമുക്ക് എത്രയോ വിവാഹ മേഖലകളിൽ ഓർക്കാം, വിവാഹം നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഉടമ്പടി ചെയ്യാറുണ്ട്. എനിക്കറിയാം ഇത് വിവാഹ ശുശ്രൂഷയില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം, ഇത് സഹായമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അവിടെ വെച്ച് നമ്മൾ പറയാനുള്ള കാര്യമുണ്ട്, സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും മരണം നമ്മെ വേർപെടുത്തും വരെ അങ്ങേ മാത്രം സ്നേഹിച്ച്, അങ്ങയോട് മാത്രം ജീവിച്ച്, അങ്ങേ ബഹുമാനിച്ച് ഒരു ഉത്തമ ഭാര്യയായി, ഒരു ഉത്തമ ഭർത്താവായി അങ്ങയെ ഞാൻ സ്നേഹിക്കുമെന്ന് ഉടമ്പടി പറഞ്ഞ പലരും വേണ്ട എന്ന് പറഞ്ഞ് കോടതിയുടെ വരാന്തിര ഡൈവേഴ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ 2025 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞ് ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ സ്നേഹങ്ങളൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ച കർത്താവാണ്. പിന്നെ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിനൊരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് ലോക കരാർ, സമാധാന കരാർ എന്നൊക്കെ പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി ചെയ്യുന്ന കരാറുകളാണ്. അതിന്റെ മറ്റുള്ളവരുടെ തന്നെ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിലും ബോംബുകളും മിസൈലുകളും അതുപോലെ അക്രമശക്തികളൊക്കെ അഴിച്ചുവിടാറുണ്ട്. നമുക്കറിയാം, മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അതുപോലെ ബിവറേജിൽ നിന്ന് വാങ്ങുന്ന മദ്യത്തിന്റെ ഓർക്കുക സന്തോഷങ്ങൾ 2-3 മണിക്കൂറുകളുണ്ട്. സന്തോഷം ഓർക്കുക തകട പറഞ്ഞു പോകുമ്പോൾ യേശു പറയുന്ന കാര്യം ഇതാണ്, ലോകം തരുന്ന സമാധാനം 2-3 മണിക്കൂർ നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഞാൻ തരുന്ന സമാധാനം താൽക്കാലികമല്ല, ആ സമാധാനം നിത്യമാണ്. അതുകൊണ്ട് ഇന്ന് പകലക്കാലം നാം തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരെല്ലാം ഉപേക്ഷിക്കപ്പെട്ടാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, തള്ളിക്കളയാത്ത ദൈവ സ്നേഹത്തെ ഞാൻ നിങ്ങൾ തിരിച്ചറിയുവാനിടയായി മാറണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 51-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. വേഗത്തിൽ ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. സങ്കീർത്തനവും 51-ാം സങ്കീർത്തനം 11-ാം വാക്യവും മറ്റൊരാൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 51:11. ഒന്നുകൂടെ വായിച്ചത് എനിക്ക് കേൾക്കത്തില്ലേ? നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുത്. മതി. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ സന്നിധി നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഒരു വീട് വരുത്താനും നമുക്ക് പ്രശ്നമില്ല, ഒരു സ്ഥാപനം വരുത്താനും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ദൈവം തള്ളിയപ്പോൾ മനുഷ്യൻ എറിഞ്ഞു കളയുന്നതിനെ കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിയുന്ന വസ്തുക്കളെ കർത്താവ് കുപ്പത്തൊട്ടിന്ന് പൊക്കിയെടുത്തിട്ട് അവന്റെ കരത്തിലിട്ട് പണിത് ഓർക്കുക, ശ്രേഷ്ഠന്മാരെ മാറ്റി നിർത്തുവാൻ, ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാൻ, ബലവാന്മാരെ രക്ഷിപ്പിക്കുവാൻ ബലഹീനനെ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് വീട്ടിൽ തള്ളപ്പെടുന്നതല്ല, സമൂഹത്തിൽ തള്ളപ്പെടുന്നതല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ തള്ളപ്പെടൽ എന്ന് പറയുന്നത് ഓർക്കുക, സമൂഹം അടിച്ചമർത്തുന്നതല്ല, ദൈവസന്നിധി പിന്മാറുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇവിടെ ഭക്തൻ പറയുകയാണ്, നിന്റെ സന്നിധി നിന്ന് എന്നെ തള്ളിക്കളയരുത്,
നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുത്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസിന് കീഴിൽ നീ സഞ്ചരിക്കുന്നുവെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ കരത്തിന് കീഴിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ പറയാ, ഉറപ്പോടെ ഞാൻ പറയാ, ശത്രുക്കൾ കാക്കയെ വേശിയൊരുക്കുക ഒരു ദൈവം ഇന്നുകളെ തള്ളിക്കളഞ്ഞതിന്റെ ദൈവത്തിന് വേണ്ടി തിരിയുക, ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കുക, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ല വസ്തുവാക്കി, ദൈവത്തിന്റെ കയ്യിലെ കുറിച്ചുള്ള ആയുധമാക്കി ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടിരുവാൻ കഴിയോ? അതുകൊണ്ട് ഇന്നുകളെ കുറപ്പുണ്ട്. ആരെല്ലാം തള്ളിക്കളഞ്ഞാല്, ആരെല്ലാം മാറ്റി നിർത്തിയാല്, ദൈവ സാന്നിധ്യത്തിന് ഞാൻ ഒരിക്കലും പുറമെ പോകത്തിൽ നിന്നുള്ള അകത്തു നല്ല വാഞ്ച ഉണ്ടാകണം. ഞാൻ പലപ്പോഴും ഈ വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോ അറിയാതെ വണ്ടിക്കകത്തിരുന്ന് കരയും. മിക്കവാറും ഞാൻ റാന്നി സൈഡിൽ കൂടെ പോകുമ്പോൾ കരയാറുള്ളത്. കാരണം റാന്നി പാലത്തിന്റെ അടി ഞാൻ സജിയൊക്കെ എന്റെ ഫാദർ ചാണകത്തിന്റെ ബിസിനസ്സാണ് ഓർക്കുക. അപ്പൊ നല്ല പ്രായത്തിലാണ് നമ്മളവിടെയൊക്കെ കൊട്ടയ്ക്കകത്ത് ചാണകം ചുമക്കുന്നത്. അപ്പൊ നിങ്ങളും ചിന്തിക്കണം, ഈ കൊട്ടയ്ക്കകത്തൂടെ മൂത്രവും ഈ ചാണകം കൂടെ ഒലിച്ചിട്ട് ഇതിലേ വന്നിട്ട് വയലോട്ട് വന്നിട്ട് കയറും. ഇതൊക്കെ നമ്മൾ തുപ്പിക്കളഞ്ഞിട്ടാ ഇത് ചെയ്യുന്ന ജോലി ചെയ്യുന്നത്. ചെറുപ്പത്തിൽ നല്ല രീതിയിൽ പണിയെടുത്തതാ, കൈകളൊക്കെ പൊട്ടി അലഞ്ഞ് പണിയെടുത്തതാ. പക്ഷേ അവിടുത്തെ ജോലി കഴിഞ്ഞ് 6ന്റെ മട്ട വന്ന് കുളിച്ചിട്ട് പിന്നെ പോകുന്നത് ഓർക്കണം, ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന പോലെയാ. കണ്ട നല്ല ലുക്കാ. 6 മണിക്ക് ശേഷം ഭയങ്കര ലുക്കാ. 8 മണിക്ക് ശേഷം കണ്ടാൽ ഓർക്കുക മനുഷ്യൻ 10 അയലോക്കത്ത് വരത്തില്ല. പക്ഷേ അതിലെ AC ഉള്ള വണ്ടിയിൽ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ പോകുമ്പോൾ എങ്ങനെ കരയാതിരിക്കോ, എങ്ങനെ സ്തുതിക്കാതിരിക്കോ? പലരും മാറ്റി നിർത്തിയ സ്ഥാനത്ത്, പലരും അടുത്തു വരാനും അവ കഴിയുവാൻ കഴിയാതെ മാറിപ്പോയ സ്ഥാനത്ത് സുവിശേഷത്തിന്റെ പരവുമായി, സുവിശേഷത്തിന്റെ യോദ്ധാവായി കർത്താവിന്റെ വഴിയിൽ അധ്വാനിക്കുക യോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെയോ ആ വൈരി ദൈവം നിർത്തിയെങ്കിൽ, ആ കുശവന്റെ കയ്യിൽ ഇണങ്ങി ആയുധമാക്കി ദൈവം മാറ്റിയെങ്കിൽ, ആ ദൈവത്തെ ഇന്നവകളെക്കാളോ എങ്ങനെ ആരാധിക്കാതിരിക്കുവാൻ കഴിയും? ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ഞാൻ കരയുന്നത്. ഓർക്കുക, എന്നെ ഉയർത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ മാത്രമല്ല ഞാൻ കരയാറുള്ളത്, എന്നെ ഇല്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ കിടക്കുന്ന എന്നെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി ദൈവം മാറ്റിയെങ്കിൽ, 4 പേരമേ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയെങ്കിൽ, 4 പേരുടെ ഇടയ്ക്ക് കൊള്ളാളവാക്കി ദൈവം എന്നെ മാറ്റിയെങ്കിൽ, അത് സുവിശേഷത്തിന്റെ വാക്കാണ്. എന്റെ രക്ഷകനെ പിൻപറ്റിയിരുന്നവരാണ്. ആ 33 തിരുവയസ്സിലെ രക്തമാണ് എന്നെയും നിങ്ങളെയും പട്ടണങ്ങളിൽ വ്യക്തിത്വമുള്ള വ്യക്തികളാക്കി മാറ്റുവാനായി മാറിയത്. അതുകൊണ്ട് പണം കടമെടുത്താലും അഭിഷേകം കടമെടുക്കരുത്. പണം കടമെടുത്താലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും അഭിഷേകം അവർക്ക് കടമെടുക്കരുത്. എന്ന് പറഞ്ഞാൽ അഭിഷേകം കൊടുത്താൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ആദ്യം നീ ഏത് പടിയിലായോ അതേ പടിയിലേക്ക് ദൈവത്തിന് തിരികെ കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും, ജീവിതത്തിന്റെ എല്ലാ പരിമലത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ മേലിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പരിശുദ്ധാത്മാവിനെ എടുത്തുകളയുവാൻ അനുവദിക്കരുത്. മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ വായിക്കാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 36-37 വായിച്ചാട്ടെ. ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല മതി. അവിടെ നമ്മൾ കാണുന്നത് ദൈവം ഇഷ്ടത്തിന് വേണ്ടി വിധേയപ്പെടും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന് 7-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ ഒന്ന് വായിക്കാമല്ലോ. 1 പത്രോസിന്റെ ലേഖനം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ലും
കല്ലായി തീർന്നു. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ല്. ഈ വീട് പണിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വീടിന്റെ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ കാട്ടുകല്ലിട്ട് കെട്ടാറില്ല. വീടിന് നോട്ടം വരുന്നത് ഓർക്കുക, ഇതിന്റെ ഫൗണ്ടേഷനാണ്. ഇതിന് മുഖമുള്ള കല്ലായിരിക്കണം, ഭംഗിയുള്ള കല്ലായിരിക്കണം. അതുകൊണ്ടാണ് ആശാരിമാര് കല്ല് അത് ഓർക്കുക തന്റെ കയ്യിലിരിക്കുന്ന ചുറ്റിയെ കൊണ്ട് അടിച്ച് അതിനെന്തൊരു ഷേപ്പ് ഉണ്ടാക്കും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഷേപ്പില്ലാത്ത കല്ല്. ചുറ്റിയുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഓർക്കുക, മേസ്ത്രിയുടെ മുമ്പിൽ മുഖമില്ലാത്ത കല്ലിനെ തള്ളിക്കളഞ്ഞു. ഈ വീട് പണിക്ക് കല്ല് കൊള്ളില്ല. ഓർക്കുക, ഈ വീട് പണിക്ക് ഒരിടത്ത് കൊള്ളിക്കുവാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവമൂലക്കല്ലാക്കി മാറ്റും. അത് ദൈവത്തിന്റെ നീതിയാണ്. എങ്ങനെയാണ് ദൈവത്തിന് മുഖമുള്ള കല്ലായി മാറുന്നത്? ദൈവത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രയോജനമുള്ള കല്ലുകളായി മാറുന്നത്? വിശുദ്ധ ബൈബിൾ നമുക്കത് വ്യക്തമായി കാണുവാനിടയായി മാറി. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ് നമുക്ക് വ്യക്തമായി കാണുവാനിടയായി മാറുന്നത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് എന്റെ മെസ്സേജ് വേഗത്തിൽ നിർത്തുവാൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരാക്കി ദൈവം മാറ്റുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, തള്ളിക്കളഞ്ഞ കല്ലിനെ, യോഗ്യതയില്ലാത്ത കല്ലിനെ, മറ്റൊരു കല്ലിനോട് ചേർത്തു വെക്കുവാൻ ഭംഗിയില്ലാത്ത കല്ലിനെ മനുഷ്യൻ വലിച്ചെറിഞ്ഞപ്പോ ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 5 വിധ മുഖത്തിലൂടെയാണ് ചില കല്ലുകളെ രൂപാന്തരപ്പെടുന്നത്. 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 സുവിശേഷകന്മാർ, 4 ഇടയന്മാർ, 5 ഉപദേഷ്ടാക്കന്മാർ. ഈ 5 കല്ലുകളിൽ ഏതൊരു കല്ലുകളായി നമ്മൾ മാറണം? പാട്ടും പ്രാർത്ഥന കൊണ്ടും ഒരു വിശ്വാസിയായി ഈ ഭൂമി ജീവിച്ച് 6 അടി മണ്ണിലേക്ക് അലിഞ്ഞു ചേരുവാനല്ല, തള്ളിക്കളഞ്ഞ കല്ലിന്റെ മുഖമുള്ള കല്ലാക്കി ദൈവം മാറ്റുന്നതിന്റെ പിന്നിൽ ഈ 5 ഗുണത്തിൽ ഏതെങ്കിലും ഗുണമുണ്ടാകണം. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി, അയക്കപ്പെട്ടവനെന്നാണ്. പ്രവാചകൻ എന്ന് പറയുന്നത് ജനത്തോട് ഓർക്കുക, ജനത്തിന്റെയും ദൈവത്തിന്റെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ദൈവിക ആലോചനകൾ ജനത്തോട് കൈമാറുന്നവനാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. സുവിശേഷകൻ എന്ന് പറയുന്നത് അതിന് പാസ്റ്റർ ആകണമെന്നില്ല, ഓഫീസുകളിൽ പറയാം, അതുപോലെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ എന്ന് പറയാം, കൃഷിയിടങ്ങളിൽ പറയാം, ബിസിനസ് ഇടങ്ങളിൽ പറയാം. എങ്ങനെ പറയാം? ഞാനൊരു പാപിയായ ഒരു മനുഷ്യനായിരുന്നു. എന്റെ പാപത്തിന് വേണ്ടി 2025 വർഷങ്ങൾക്ക് മുമ്പ് 33 വയസ്സുള്ള യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് 3.5 വർഷം ഈ ഭൂമിയിൽ പ്രസംഗിച്ച് അത്ഭുതങ്ങൾ നടത്തി സർവ്വ മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുണിരക്തം വരെ ഊറ്റി തന്നു. ആ യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എന്റെ പാപം മാത്രമല്ല മാറിയത്, എനിക്ക് അവന്റെ ഒരു ദൈവവേദനായി മാറുവാനിടയായി മാറി. അതുകൊണ്ട് ആ സ്നേഹിച്ച യേശു താങ്കളെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷകൻ എന്ന് പറയുന്നത്. അതിന്റെ സെമിനാരിൽ പഠിക്കണമെന്നില്ല, അതിന് നല്ല ഓർക്കുക, ഗ്രാഹ്യം വേണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം, 3ാമത്തെ കാറ്റഗറിയാണ് സുവിശേഷകൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ഭാഗമാണ് ഇടയന്മാർ, സഭ പാസ്റ്റർ എന്ന് പറയുന്നത്. ഇടയന്മാരെ ദൈവം സഭയ്ക്ക് ദൈവം ശുശ്രൂഷകനെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. എങ്ങനെ പോകണം, എങ്ങനെ നടക്കണം, എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യില്ല, എങ്ങനെ ദൈവത്തെ ഓർക്ക മഹത്വപ്പെടുത്തുന്നതൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് ഇടയൻ എന്ന നേതൃത്വം. എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പാസ്റ്റർ ഇടയനും വിശ്വാസികൾ എന്ത് ചെയ്യണം? ആടുകളുമായിരിക്കണം. അപ്പൊ വിശ്വാസികളെ പിരിഞ്ഞു ജീവിക്കേണ്ടവനല്ല പാസ്റ്റർ എന്ന് പറയുന്നത്, വിശ്വാസികളെ നേർവഴിക്ക് നടത്തുന്നതാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ നമുക്ക് സഭാ പാസ്റ്ററായി മാറാം, പിന്നെ നമ്മൾ കാണുന്നത് ഉപദേഷ്ടാക്കന്മാരാണ്. ഓർക്കുക, സുവിശേഷത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാട്, ജനത്തെ ഭക്തി ഉപദേശത്തിന് എന്ത് ചെയ്യണം? നടത്തപ്പെടുന്നവനായി മാറണം. മറ്റൊരു ഭാഗത്തോട് ഞാൻ വായിക്കുന്നില്ല, തല്ലുകാരനും മദ്യപാനിയും മക്കളെ അനുസരണത്തോടെ ശീലിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ വളർത്തുന്നവരും അതുപോലെ ഏക ഭാര്യയുടെ ഭർത്താവായി മാറണം. ഇങ്ങനെയൊക്കെയുള്ള
കാറ്റഗറിയിലേക്കാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, അപ്പനും അമ്മയും ഈ ലോകത്തിന് ജന്മം തന്ന അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലോ ഉപേക്ഷിക്കാത്ത ഒരു നല്ല അപ്പൻ നമ്മുടെ തലയ്ക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന പകരക്കാല എഫെസ്യ ലേഖന 4-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ഒന്നെങ്കിൽ അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ പ്രവാചകന്മാർ, ഇല്ലെങ്കിൽ സുവിശേഷകന്മാർ, ഇല്ലെങ്കിൽ ഇടയന്മാർ, ഇല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാഹളമൊലിക്കും, മരിച്ചവരെയും ജീവനോടെ ശിക്ഷിക്കുന്ന നാം രൂപാന്തരപ്പെടുമെങ്കിൽ ഈ ദിവസങ്ങളിൽ കാഹളത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ പ്രത്യാശയോടെ ചില പാട്ടിന്റെ വരികൾ പാടി കാര്യങ്ങൾ ചേർത്തടിച്ച് അവരെ തുറന്ന് നമ്മുടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് ഇന്ന് കാലം അടങ്ങി പോകാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരമായി സ്തുതിച്ചിരുന്നേ, ആനന്ദ ഹസ്തങ്ങളെ ആയിരമായി സ്തുതിച്ചിരുന്നേ, ആനന്ദ ഹസ്തങ്ങളെ അവസാനമായ
Hallelujah.
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ഇത്രത്തോളം ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്ത് കൊള്ളുമെങ്കിൽ ഇന്ന് പകൽ ദൈവം എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് ദൈവം തള്ളാഞ്ഞത്? പക്ഷേ മനുഷ്യൻ തള്ളിയ ചിലതിനെ ദൈവത്തിന് പണിയുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. മനുഷ്യൻ കൊള്ളുകയെന്ന് പറഞ്ഞ ചിലതിനെ ദൈവത്തിന് ചിലത് യോഗ്യത ഉള്ളതാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തള്ളിക്കളഞ്ഞവരിലില്ലാത്ത ചില യോഗ്യതകൾ ദൈവം നിന്നിൽ പരമേൽപ്പിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാ. ആ യോഗ്യത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നീ ഒരു അപ്പോസ്തലനായി, ഇല്ലെങ്കിൽ നീ ഒരു പ്രവാചകനായി, ഇല്ലെങ്കിൽ നീ ഒരു സുവിശേഷകനായി, ഇല്ലെങ്കിൽ നീ ഒരു ഇടയനായി, ഇല്ലെങ്കിൽ നീ ഒരു ഉപദേഷ്ടാവായി. മറ്റാർക്കും ഇല്ലാത്തത്, അവനാരും നോക്കിയിട്ട് നടക്കാത്തത്, ചിലത് തള്ളിക്കളഞ്ഞ ചിലതിനെ മൂലക്കല്ലാക്കി ദൈവം മാറ്റുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ ദൈവം നിന്നെ തിരഞ്ഞെടുക്കണം. ഒരു വിശ്വാസിയായി ജീവിച്ചിവിടെ ജീവിതം അവസാനിക്കുവാനല്ല. ഇന്ന് പകൽ ഈ 5 തെരഞ്ഞെടുപ്പിൽ ഇന്ന് പകൽക്കാലം കർത്താവേ ഈ 5-ലേതെങ്കിലും ഒന്നിൽ എന്നെ അപ്പോയിന്റ് ചെയ്യണം. ദൈവം എന്നെ അതിലേക്ക് നിയമിക്കണം. അതിന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇങ്ങനെയാണ്: ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുമെങ്കിൽ, അങ്ങനെ ഒരു വാഞ്ചയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നെ തള്ളിക്കളയത്തില്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എങ്കിലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം എന്തിനാ പേടിക്കുന്നത്? 1000 10,000 നിന്റെ ഇടത്തും വലത്തും വീണാലും അതൊന്നും അടുത്തു വരാതെ ദൈവത്തിന്റെ പരിപാലനത്തിന് കീഴിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? യഹോവയുടെ ദൂതൻ
തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുമെങ്കിൽ ഒരു സംരക്ഷണം എനിക്കുള്ളത്രയും കാലം, എന്റെ യജമാനൻ എന്റെ കൂടെ ഉള്ളത്ര കാലം, എന്റെ കർത്താവിന്റെ കരത്തിൽ മുറുക്കെ പിടിച്ചിരിക്കുന്നത്ര കാലം, കർത്താവിന്റെ ഉള്ള കരത്തിൽ എന്നെ വഹിച്ചിരിക്കുന്നത്രയും കാലം, ആരും ഉപേക്ഷിച്ചാലും ആരും മാറ്റി നിർത്തിയാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് ഇന്ന് പകൽക്കാല പ്രത്യാശയോടെ, ഇന്ന് പകൽക്കാല നമുക്ക് മടങ്ങിപ്പോകാം. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ കരകളെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ആരും നിരാശരായി മാറരുത്. ഞെരുക്കങ്ങൾ ഉണ്ടാകാം, അതുപോലെ രോഗങ്ങൾ ഉണ്ടാകാം, ഒറ്റപ്പിടികളുണ്ടാകാം, ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഉണ്ടാകാം. പക്ഷേ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ വെച്ച് കൊള്ളുക, അവൻ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളെ നടത്തുവാൻ, നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും സ്വന്തം അനുഗ്രഹിക്കുന്ന വിശേഷങ്ങൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നതിന്റെ ജനത്തിനുമേലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭൗതിക ആത്മീയ നന്മയുടെ മേലും, ഇന്ന് കോട്ടയത്ത് നടക്കുന്ന മീറ്റിംഗിന് മേലും, ഭൂമിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും, ദൈവമക്കളുടെ മേലും ഇന്ന് മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരിക്കുമാറാകണമേ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മുടെ വിശുദ്ധങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സമാധാനം.